ഈ മാങ്ങ ചക്ക കാലം എന്നത് അസിഡിറ്റിക്കാരെ സംബന്ധിച്ചിടത്തോളം കിളി പോകുന്ന സന്ദർഭങ്ങളാണ്. മറ്റുള്ളവരൊക്കെ മാങ്ങ ചക്ക വിഭവങ്ങൾ ഇങ്ങനെ പലതും മാറ്റിയും മറിച്ചുമൊക്കെ വച്ച് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ വെറുതെ വെള്ളവും ഇറക്കി ഇരിക്കേണ്ട ഗതികേടാണ് പാവം അസിഡിറ്റിക്കാർക്ക്. അതിലൊരാളാണ് ഞാൻ. എന്നാൽ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ വിഭവം ഒന്ന് പരീക്ഷിച്ച് നോക്കിയത്. നമ്മുടെ നല്ലവണ്ണം പഴുക്കുമ്പോൾ മധുരമുള്ള മാങ്ങകൾക്ക് പൊതുവേ പച്ച മാങ്ങയായിരിക്കുമ്പോൾ വലിയ പുളിയൊന്നും കാണത്തില്ലല്ലോ. ലേശം ഒരു പുളി മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാങ്ങ സെലക്ട് ചെയ്ത് ഞാനിവിടെ ഒരു 7-8 മാങ്ങ എടുത്ത് ഇതുപോലെ വലിയ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചീനച്ചട്ടിയിൽ നല്ലെണ്ണ ഒഴിച്ച് കടുകിട്ട് ഈ മാങ്ങയും തട്ടി ഒരല്പം കാശ്മീരി മുളക്, ഞാൻ കണക്കൊന്നും പറയുന്നില്ല, വെറുതെ നമ്മൾ മുളക് പൊടി ഇട്ടില്ല എന്ന് മറ്റുള്ളവർ നമ്മൾ മോശക്കാരാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ലേശം ഉലുവപ്പൊടി, കായപ്പൊടി, ഉപ്പ് എന്നിവയൊക്കെ ഇട്ടിട്ട് 7-8 മാങ്ങയ്ക്ക് ഞാൻ ഒരു 2 ചെറിയ സ്പൂണ് പഞ്ചസാരയും ഇട്ടിട്ടുണ്ട്. എന്നിട്ടിതിലോട്ട് ഞാൻ ഒരു ചെറിയ കപ്പ് വെള്ളം, ഇതെന്തോന്നിനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പച്ച മാറാൻ വേണ്ടി മാത്രം നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരിക്കലും വെന്ത് കുഴഞ്ഞ് പോകാൻ പാടില്ല, അപ്പോൾ രുചി ഉണ്ടാവില്ല. എന്നിട്ട് ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്ത് നല്ല പഴങ്കഞ്ഞി വെച്ച് തട്ടുക. നമുക്കിവിടെയൊക്കെ ജീവിക്കണ്ടെന്നേ.